സംരക്ഷകർ തന്നെ വിനാശകരായി മാറിയ അപൂർവമായ കുറ്റകൃത്യമായാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഹൈക്കോടതി തന്നെ നിരീക്ഷിക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുക എന്ന വിശേഷണം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് നമുക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നത്. SIT അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നിതാ നിർണായകമായ മറ്റൊരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗം N. വിജയകുമാറിനെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് പലരും അറസ്റ്റിലായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നത്തെ ദേവസ്വം ബോർഡ്, ഈ സമയത്ത് 2019 ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിലായിട്ടുണ്ട് എന്നുള്ളത് വളരെ മുമ്പ് തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതിനുശേഷമുള്ള അറസ്റ്റുകൾ നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ട 3 അറസ്റ്റുകൾ അത് നമുക്കറിയാവുന്നത് തന്നെയാണ്. ഒന്ന് N. വാസുവിൻ്റേത്, രണ്ടാമത്തേത് A. പത്മകുമാർ, മറ്റൊന്ന് ഇപ്പോഴിതാ ഇന്ന് നടന്നിരിക്കുന്ന N. വിജയകുമാർ. ഇതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നത് തന്നെയാണ്. CPM ബന്ധമുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഇപ്പോഴും പാർട്ടി സെക്രട്ടറി പറയുന്നത് പോലെ അന്വേഷണം നടക്കട്ടെ, കുറ്റപത്രം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോഴും എന്ത് നടപടിയിലേക്ക് CPM കടക്കുമെന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഇനി അറിയേണ്ടത് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: അടുത്തത് ആര് എന്നുള്ളത്. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഈ പറയുന്നത് പോലെ അടുത്തത് ആര് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിനു മുമ്പ് അറസ്റ്റിലാവപ്പെട്ടവർ അല്ലെങ്കിൽ അതിനു മുമ്പ് ആരൊക്കെ അറസ്റ്റിലായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. കൃത്യമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ 10ാമത്തെ അറസ്റ്റാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനു മുമ്പ് 9 അറസ്റ്റുകൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇതുവരെ 10 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് 9 അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. നമുക്ക് കൃത്യമായി തന്നെ ആരൊക്കെയാണ് ഏതൊക്കെ ഘട്ടത്തിലാണ് അറസ്റ്റിലായതെന്ന് വിശദമായി പരിശോധിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ആദ്യത്തെ അറസ്റ്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത്. ഒക്ടോബർ 17-നാണ് പോറ്റിയെ SIT അറസ്റ്റ് ചെയ്യുന്നത്. സ്വർണം വിറ്റതിന് 15 ലക്ഷം രൂപ പോറ്റി കൈപ്പറ്റിയതായി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമലയുടെ പേരിൽ 70 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നും ഈ മൊഴിയിൽ പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് D. മുരാരി ബാബു. സ്വർണ്ണക്കൊള്ളയിലെ രണ്ടാമത്തെ അറസ്റ്റാണ് D. മുരാരി ബാബുവിന്റേത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് മുരാരി ബാബു. ഒക്ടോബർ 23-നാണ് SIT മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്നത്. ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പതിച്ച പാളികൾ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവാണ്. ഇയാളത്തെ നേരത്തെ തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതുമാണ്. 2019 ജൂൺ 17-നാണ് ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നത് ചെമ്പുതകിടാണ് എന്ന് രേഖപ്പെടുത്തി മുരാരി ബാബു ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയത്. തുടർന്ന് സ്വർണം പൂശലിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോവുകയായിരുന്നു. 2024-ൽ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നപ്പോഴും ദ്വാരപാലക ശില്പങ്ങളിലെ അടുത്ത അറ്റകുറ്റപ്പണിക്കും പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൈമാറാനായിരുന്നു അന്ന് മുരാരി ബാബുവിന്റെ ശുപാർശ. എന്നാൽ ദേവസ്വം ബോർഡ് ഇത് തള്ളുകയും നേരിട്ട് ചെന്നൈയിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. ഇനി അടുത്ത അറസ്റ്റ് ആരുടേതായിരുന്നു എന്ന് നോക്കാം. ഇത് 3ാമത്തെ അറസ്റ്റാണ് D. സുധീഷ് കുമാർ. കേസിലെ 3ാം പ്രതിയായ ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ നവംബർ 1-നാണ് അറസ്റ്റിലാകുന്നത്. പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി സുധീഷ് കുമാറിന് അറിവുണ്ടായിരുന്നുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. മഹസറുകളിലും വെറും ചെമ്പ് തകിടുകൾ എന്നാണ് സുധീഷ് കുമാർ ഇതിൽ രേഖപ്പെടുത്തിയത്. മഹസർ തയ്യാറാക്കിയ സമയത്ത് സ്ഥലത്ത് ഇല്ലാതിരുന്നവരുടെ പേരുകൾ കൂടി ഇയാൾ ഉൾപ്പെടുത്തുകയുണ്ടായി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കൈവശപ്പെടുത്താൻ അവസരം ഒരുക്കിയത് സുധീഷ് കുമാറാണ് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നുണ്ട്. അടുത്ത അറസ്റ്റ് ആരുടേതാണ് എന്ന് നോക്കാം. KS ബൈജു. മുൻ തിരുവാഭരണം കമ്മീഷണറാണ് KS ബൈജു. കേസിലെ 7ാം പ്രതിയായ ബൈജു നവംബർ 6-നാണ് അറസ്റ്റിലാകുന്നത്. ശ്രീകോവിലിന്റെ സ്വർണ്ണ പൊതിഞ്ഞ കട്ടിളപ്പാളികൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിലാണ് അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത്. മഹസറിൽ ബൈജു ഒപ്പുവെച്ചിട്ടുണ്ട്. അത് വ്യക്തമാണ്, ആ രേഖകളിൽ നിന്ന് മനസ്സിലാകുന്നുമുണ്ട്. ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റിലേക്കാണ് പിന്നീട് കടക്കുന്നത്. കേസിലെ വളരെ നിർണായകമായ ഒരു അറസ്റ്റാണ് N. വാസുവിന്റേത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമാണ് N. വാസു. ശബരിമല വാതിലിന്റെ പാളികളിലെ സ്വർണം ഉരുക്കിയതിൽ N. വാസുവിന് പങ്കുണ്ടെന്നും വാസുവിന്റെ അറിവോടെയാണ് ഇത് നടന്നത് എന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ 3ാം പ്രതിയാണ് N. വാസു. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സ്പോൺസറുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടെന്നറിഞ്ഞിട്ടും വാസു നടപടിയെടുത്തില്ല എന്നും ആരോപണമുണ്ട്. N. വാസുവിന്റെ അറസ്റ്റ് CPM-ന് വലിയ ഒരു അടിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുതൽ ഇങ്ങോട്ട് ഉന്നത പദവികൾ ചവിട്ടിക്കയറിയ ഒരു വ്യക്തിയാണ് വാസു. മാത്രവുമല്ല, മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനാണ്. അടുത്ത അറസ്റ്റ് നോക്കാം. A. പത്മകുമാർ. വാസുവിന് ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ്. ഈ സംഭവം നടക്കുന്ന 2019-ൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു A. പത്മകുമാർ. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് നവംബർ 16-ന്
SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം തന്നെ പത്മകുമാറിനെതിരായിരുന്നു. കേസിൽ 8ാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ 2019 ബോർഡിനെ അന്ന് പ്രതി ചേർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർഡിന്റെ അറിവോടെയാണ് പാളികൾ ഇളക്കിയെടുത്ത് പോറ്റിക്ക് കൊടുത്തത് എന്നാണ് SIT തയ്യാറാക്കിയ FIRൽ നിന്ന് വ്യക്തമാകുന്നത്. പത്മകുമാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLAയും ഒക്കെ ആണ്. അത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. ഇനി അടുത്ത അറസ്റ്റ് നോക്കാം. അടുത്ത അറസ്റ്റ് S. ശ്രീകുമാർ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെയുണ്ടായ SIT നടപടിയാണ് S. ശ്രീകുമാറിന്റെ അറസ്റ്റ്. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ കൊണ്ടുവരുമ്പോഴും ശ്രീകുമാറായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. ക്രമക്കേടിൽ ശ്രീകുമാറിനും പങ്കുണ്ട് എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഇനി പറയാനുള്ളത് മറ്റ് 2 അറസ്റ്റുകളാണ്. അത് ഡിസംബർ 19 ഉണ്ടായത്. വളരെ നിർണായകമായ 2 അറസ്റ്റുകളാണ്. സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതുപോലെ തന്നെ അടുത്ത അറസ്റ്റ് നോക്കുകയാണെങ്കിൽ ബെല്ലാരിയിലെ ഒരു സ്വർണ്ണ വ്യാപാരി, അതായത് ഈ ഗോവർദ്ധൻ. ഇങ്ങനെ 2 പേരാണ് ഡിസംബർ 19 ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായത്. ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് ഭണ്ഡാരിയുടെ കമ്പനിയാണ്. ഈ ശില്പങ്ങളിൽ നിന്ന് വേർതിരിച്ച സ്വർണം വാങ്ങിയത് ഗോവർദ്ധനും ആണ് എന്നാണ് SIT പറയുന്നത്. ഈ പോറ്റിയും ഭണ്ഡാരിയും തമ്മിൽ അടുത്ത ബന്ധമാണ് എന്നും SIT വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്കാണ് കൊണ്ടുപോയത്. ഈ ഭണ്ഡാരിയുടെ ഓഫീസാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അവിടേക്കാണ് കൊണ്ടുപോയത്. അവിടെ വെച്ചാണ് സ്വർണം വേർതിരിച്ചെടുക്കുന്നത്. വേർതിരിച്ച സ്വർണം കൽപേഷ് എന്ന ഇടനിലക്കാരൻ വഴി ഗോവർദ്ധന് കൊടുത്തു എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഏതായാലും ബെല്ലാരിയിൽ നടന്ന തെളിവെടുപ്പിൽ ഒരുപാട് സ്വർണം ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നുമൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്നത്തെ അറസ്റ്റ്, ഏറ്റവും ഒടുവിലത്തെ അറസ്റ്റ്, 10ാമത്തെ അറസ്റ്റ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗമായ N. വിജയകുമാറിനെ ഇന്നിപ്പോൾ SIT അറസ്റ്റ് ചെയ്യുന്നു. വ്യക്തമായി പറഞ്ഞാൽ പത്മകുമാർ പ്രസിഡന്റായ ബോർഡിലെ അംഗമാണ് N. വിജയകുമാർ. CPM പ്രതിനിധിയായാണ് വിജയകുമാർ ഭരണസമിതിയിലെത്തിയത്. KP ശങ്കർദാസിനെയും N. വിജയകുമാറിനെയും എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല, ഈ ഇരുവരിലേക്കും എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നൊക്കെയുള്ള വളരെ നിർണായകമായ അതിരൂക്ഷമായ ചോദ്യങ്ങൾ ഇക്കഴിഞ്ഞ തവണ ഈ വിഷയം പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ അറസ്റ്റുമൊക്കെ നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോഴും ഇനിയും ഒരുപാട് പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരിലേക്കൊക്കെ അന്വേഷണം എത്തേണ്ടതുണ്ട്. ഇനി ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് സിജോ വിജോൺ വിശദമായ വിവരങ്ങൾ നൽകും. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനമെടുത്തത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറാണ്. ഇക്കാര്യത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നായിരുന്നു N. വിജയകുമാർ നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ നൽകിയിരുന്ന മൊഴി. എന്നാൽ ഇത് പൂർണ്ണമായും തെറ്റാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ ഗൂഢാലോചന മുതൽ N. വിജയകുമാറിന് പങ്കുണ്ട്. ഉദ്യോഗസ്ഥർക്കിടയിൽ അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിച്ചു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു. രേഖകളിൽ കൃത്രിമം വരുത്തി. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് അനുകൂലമായ മൊഴി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി എന്നതും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി N. വിജയകുമാറിനെയും അതോടൊപ്പം തന്നെ KP ശങ്കർദാസിനെയും പ്രതി ചേർക്കാത്തതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി N. വിജയകുമാർ കോടതിയെ സമീപിച്ചിരുന്നത്. എന്നാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷം തുടർ നടപടികളിൽ പോകാൻ അന്വേഷണ സംഘം തീരുമാനിക്കുന്നു. അതിനിടെയാണ് N. വിജയകുമാർ ഇന്ന് ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകുന്നത്. തുടർന്ന് അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതി ചേർക്കപ്പെട്ടതിന് പിന്നാലെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം വന്നതിന് പിന്നാലെ അദ്ദേഹം കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു. അതിനെ തുടർന്ന് വീട്ടുകാരോട് സംസാരിക്കുന്ന വീട്ടുകാരാണ് അദ്ദേഹത്തോട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്താൻ ആവശ്യപ്പെടുന്നത്. അതിനനുസരിച്ച് അഡ്വക്കേറ്റിന്റെ കൂടെയാണ് അദ്ദേഹം എത്തുകയും ചെയ്തിരുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ ഇനി അറസ്റ്റിലാകാൻ സാധ്യതയുള്ളൂ എന്ന് പറയുന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ KP ശങ്കർദാസ് ആണ്. അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാര്യത്തിലും തുടർ തീരുമാനമെടുക്കുന്നത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഈ ഇന്നത്തെ അറസ്റ്റോടുകൂടി CPM കടുത്ത പ്രതിരോധത്തിലേക്ക് പോവുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. A. പത്മകുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മറ്റൊരു പാർട്ടി അംഗമായ N. വിജയകുമാർ അറസ്റ്റിലാകുന്നത്. എന്തായാലും കുറ്റപത്രം വരട്ടെ, അതുവരെ കാത്തിരിക്കാം എന്ന നിലപാടാണ് CPM സംസ്ഥാന സെക്രട്ടറി ഇന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം വിലപ്പോകുന്ന കാത്തിരുന്ന് കാണാൻ. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒക്കെ പാർട്ടി സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും പലയിടങ്ങളിലും LDFന്റെ പരാജയത്തിന് തിരിച്ചടിക്കുക പ്രധാനപ്പെട്ട കാരണമായത്
ശബരിമല വിഷയം തന്നെയാണെന്ന് വിലയിരുത്തലാണുള്ളത്. എന്തായാലും ഈ കണ്ണിപ്പൊടി ഇടാനുള്ള മറ്റ് നടപടികളിലെങ്കിലും സ്വീകരിച്ചില്ല എങ്കിൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് CPM-നെ നയിക്കും എന്ന യാതൊരു സംശയമില്ല. ഇതാണിപ്പോൾ അന്വേഷണ സംഘവും നിലവിലുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാളെയാണ് ഡി മണിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കൊണ്ടുപോയത് ഡി മണിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ ശബരിമലയിൽ ഒരു ഉന്നതന്റെ സഹായത്തോടെ അറിവോടെയാണ് ഇത്തരത്തിൽ ഈ വിഗ്രഹങ്ങൾ കൊണ്ടുപോയതെന്നാണ് പറഞ്ഞത്. നേരത്തെ ദിണ്ടികളിലെത്തി 2 ദിവസങ്ങളിൽ തുടർച്ചയായി ചോദ്യം ചെയ്തിരുന്നെങ്കിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നില്ല. തുടർന്നാണ് ഇയാളോടും അയാളുടെ കൂട്ടാളികളോടും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നാളെ ഇവരെ ചോദ്യം ചെയ്യുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും അന്വേഷണം അതിന്റെ ഒരു നിർണായക ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട അറസ്റ്റാണ് വരുന്നത്. ഇനി ആരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായക ഘട്ടത്തിലേക്കൊക്കെ അന്വേഷണം എത്തിയിരിക്കുകയാണ്. നാളെ ഡി മണിയെ ചോദ്യം ചെയ്യാനിരിക്കുന്നുണ്ട്. അതിനിടയിലുള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു വ്യവസായിയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. അതിന് മൊഴി നൽകിയിട്ടുണ്ട് SITക്ക് മുമ്പിൽ. അപ്പോൾ വളരെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ നാളെ നടക്കാനിരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സിജോ തന്നെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു തുടക്കം തൊട്ട് തന്നെ അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ ലാഘവത്തോടെ അതിനെ കാണുന്ന ഒരു സമീപനമാണ് നമുക്ക് CPM-ന്റെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ 3 പേർ തന്നെ CPM അനുഭാവികളാണ്, CPM പ്രവർത്തകരാണ്. അങ്ങനെയുള്ള ആളുകൾ അറസ്റ്റിലായിരിക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴും SIT ഇതിൽ അന്വേഷണം നടത്തുകയാണ്. കൃത്യമായ കണ്ടെത്തലുകളുണ്ട്, തെളിവുകളുണ്ട് എന്ന് SIT പറയുമ്പോഴും ഒരു നടപടിയിലേക്ക് കടക്കാൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും ഈ വിഷയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ CPM പ്രതിനിധികളുടെ പ്രവർത്തകരുടെയൊക്കെ നേതാക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ കാണുന്നതാണ്. കുറ്റപത്രം വരട്ടെ, കൃത്യമായ അന്വേഷണം നടക്കട്ടെ, അതിനുശേഷമല്ലേ നടപടി എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു വൈകിട്ട് 4 മണിക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗമേ ആയിട്ടില്ല, ഒരു ഘടകമേ ആയിട്ടില്ല, തോൽവിക്ക് കാരണമേ ആയിട്ടില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഓരോ പ്രതികരണത്തിലും നേതാക്കൾ എല്ലാവരും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും എന്തുകൊണ്ട് ഒരു പുനർവിചിന്തനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൃത്യമായി തന്നെ അവിടെ ഉയരുന്നുണ്ട്. ഇന്നത്തെ അവസാനത്തെ ഈ വാർത്താ സമ്മേളനത്തിലും ശബരിമല ഘടകമായിട്ടുണ്ട്, തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്ന് എടുത്തു പറയുന്നില്ല എങ്കിലും അങ്ങനെയൊരു തോൽവിക്ക് ഘടകമായി ശബരിമല അവിടെ ഉണ്ട് എന്നുള്ള കാര്യം പാർട്ടി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും നടപടിയിലേക്ക് കടക്കാൻ അല്ലെങ്കിൽ ഇവരെ തള്ളിപ്പറയാനോ ഒന്നും തന്നെ പാർട്ടി തയ്യാറാകുന്നില്ല. ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ് ഇന്നിപ്പോൾ ഇതാ ഉണ്ടായിരിക്കുകയാണ്. വിജയകുമാറിന്റെ അറസ്റ്റ് കൂടി SITയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഇനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കുമെന്ന് തന്നെയാണ് അറിയേണ്ടത്. അതുപോലെ തന്നെ ഇനി അന്വേഷണ സംഘം ആരിലേക്കായിരിക്കും എത്തുക എന്നുള്ള ഒരു ആകാംക്ഷ കൂടി പൊതുജനത്തിനുണ്ട്.